ഗീത മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ നിന്നെ തല്ലിയോ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് രണ്ട് പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാ ഏർപ്പാടാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പൊ ഇങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല. ഞാനത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും CM വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, ഇവിടെ വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി CM അറിയിക്കാൻ പോന്നു. എടോ, CM താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നല്ലേ. കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മി ഡാഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി ഓടിച്ചേക്കാം. പോരെ? ആഹാ, സഞ്ജീവൻ എത്തി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ. ആ DGPയുടെ അളിയൻ, ആ പന്നി പെരിച്ചാഴ് രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്. കാറ് കിടക്കുന്നു. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ, മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. ആ ഇരിക്കടോ, എടുക്കളെ. സഞ്ജീവൻ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ. DIG അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ, മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശവശകളൊക്കെ ഉണ്ടാവും. ഭാര്യക്കെട്ട് ഭർത്താവ് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ല അളിയാ? കേട്ടോ, ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ല അളിയാ? താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്തോന്നാ? ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത്. കേട്ടോ, ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവൻ എനിക്കറിയാം. ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയ? മതി. ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ. സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പോട്ടെ. ഇനി ഒന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക. അതാ ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞതാ. അയാള് കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ. അങ്ങനെ കേറി ഇറങ്ങാൻ നിൽക്കില്ല മോളെ. ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നേന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മോളാ. ആണല്ലോ. അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം. എന്റെ മോള് പോണം. ഇല്ല, ഡാഡിക്ക് ഞാനൊരു ബേർഡിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനത്തെ അവസ്ഥ വരരുത്. ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരികയാണ്. ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാ, ഇപ്പൊ തന്നെ.
പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം. അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ, വാ. വെറുതെ മോൻ വിഷമിക്കണ്ടാട്ടാ. ശരി അങ്കിൾ. ആ സഞ്ജീവൻ, എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്. ഇനി നുള്ളിന്നും പിച്ചിന്നും ഒക്കെ പറഞ്ഞ് വഴക്കിടരുത്. Okay, open a new file. കമ്മീഷണറെ, പത്തിയും മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട. അതാ പെണ്ണിന്റെ മിടുക്ക്. എടി DGPയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു, ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ. അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാ. സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതുകാലി വെച്ച് കയറിക്കോ മോളെ. എന്താടി ഇത്? ഏട്ടന്റെ ഷർട്ട്. അത് നിന്നോട് ആരാ തേക്കാൻ പറഞ്ഞത്? ഗീതു മോളെ, ഗീതു. ദാ കണ്ടില്ലേ, എന്റെ ഷർട്ട് ഇവള് തേക്കുന്നു. ഞാനിപ്പോ വന്നത് എന്ത് ഭാഗ്യം. ഭർത്താവിന്റെ ഷർട്ട് അലക്കുക, തേക്കുക, അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക, ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ്. സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി. വെറുതെ അമിത സ്വാതന്ത്ര്യം എടുത്ത് എന്റെ ഭാര്യയുടെ മനസ്സോഷമിപ്പിച്ചാലുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ? കുട്ട, ഷർട്ട് തേച്ചോളൂ. എന്തായി? തേച്ച് കൊളാക്കുവോ? IPSന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണാവോ? ഇതാ ചുളുക്കുണ്ടോ നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ട? നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും. അടുക്കളയിൽ ആരുമില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇതാകുന്നു. എന്താ ഇതിനൊക്കെ ഇത്ര താമസം? ഇനി മുതൽ കാര്യങ്ങൾ മണിയായിട്ട് നടക്കണം. വടകൂട്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റെഡി റെഡി. ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത്? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വെറുതെ ഒരു ചീള ഏട്ടിന്റെ മക്കളല്ലേ. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അരച്ച് ആവിയിൽ വെച്ച് ഇഡ്ഡലിയാവൂ? ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, DGPയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ? നന്നായിട്ടുണ്ട്. ആണോ? എങ്കിൽ കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താടാ ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ, ഇവിടെ കവർപ്പാലേ കിട്ടൂ. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു DGPയുടെ മോളുടെ പടുതിയെ. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിലൊരു മരുന്നുണ്ടല്ലോ. എന്താ അത്? തെങ്ങിൻ മണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവാക്കിണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട. വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. ടയേർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ TV സീരിയൽ കണ്ടോ. നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്നു ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ആ, ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണ. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നത്. പോയിട്ട് വരട്ടെ കുട്ടാ.
ആ, എന്താ രാധാരുക്മണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതി ഇല്ലേ? ആ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ? ഉം. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. DGPയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ, സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ, എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ.